സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര ഫലസ്തീൻ സ്ഥാപിക്കാതെ ഇസ്രായേലുമായി സൗദി അറേബ്യ നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്ന് സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ പ്രഖ്യാപനം. സൗദി ഷൂറ കൗൺസിലിന്റെ 9ാം സമ്മേളനകാലത്തിന്റെ ആദ്യവർഷ പ്രവർത്തനങ്ങൾ സൽമാൻ രാജാവിന് വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിലാണ് കിരീടാവകാശി നിലപാട് വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളെ അവഗണിച്ചുകൊണ്ട് ഫലസ്തീൻ ജനതയ്ക്കെതിരെയുള്ള ഇസ്രായേൽ അതോറിറ്റിയുടെ കുറ്റകൃത്യങ്ങളെ സൗദി ശക്തമായി അപലപിക്കുകയാണെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഫലസ്തീൻ പ്രശ്നം രാജ്യത്തിന്റെ ആശങ്കയുടെ മുൻപന്തിയിലാണെന്നും അന്താരാഷ്ട്ര നിയമസാധുതയുടെ മൂർത്തിഭാവമായി ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങൾക്ക് നന്ദിയുണ്ടെന്നും കിരീടാവകാശി പറഞ്ഞു. ഭരണസ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിൽ, സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലും അപ്ഡേറ്റ് ചെയ്യുന്നതിലും ഷൂറ കൗൺസിൽ ഫലപ്രദമായ പങ്ക് വഹിച്ചതായും കിരീടാവകാശി എടുത്തു പറഞ്ഞു. വിഷൻ 2030 ആരംഭിച്ചതു മുതൽ മേൽനോട്ട ചുമതലകളും അംഗീകൃത തന്ത്രങ്ങളും പദ്ധതികളും നടപ്പിലാക്കുന്നതിനുള്ള തുടർച്ചയായ നടപടികളും കിരീടാവകാശി സൂചിപ്പിച്ചു. എത്തിഹാദ് എയർവേസ് അടുത്ത 5 മാസത്തിനിടയിൽ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആശ്വാസകരമായ പ്രഖ്യാപനവുമായി രംഗത്ത്. അബുദാബിയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിഹാദ് സർവീസ് നടത്തുന്ന എയർപോർട്ടുകളിലേക്കുള്ള ടിക്കറ്റുകൾക്ക് 20% കിഴിവാണ് വിമാന കമ്പനി ഓഫർ ചെയ്തിരിക്കുന്നത്. UAEയുടെ ദേശീയ വിമാന കമ്പനിയായ എത്തിഹാദ് എയർവേസ് അബുദാബിയിൽ നിന്നും ഇന്ത്യയിലേക്ക് സർവീസ് തുടങ്ങിയതിൻ്റെ 20ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് 20% ഡിസ്കൗണ്ട് ഓഫറുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ പരിമിത കാലത്തേക്ക് മാത്രമാണ് ഓഫറെന്നും എത്തിഹാദ് അധികൃതർ അറിയിച്ചു. ഈ വർഷം ഒക്ടോബർ 1 മുതൽ 2025 മാർച്ച് 15 വരെയുള്ള യാത്രകൾക്കായി സെപ്റ്റംബർ 21 വരെ എടുക്കുന്ന ടിക്കറ്റുകൾക്കാണ് ഡിസ്കൗണ്ട് ലഭിക്കുക. നിലവിൽ എത്തിഹാദ് എയർലൈൻ ഇന്ത്യയിലുടനീളമുള്ള 11 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ആഴ്ചയിൽ 176 ഫ്ലൈറ്റ് സർവീസുകൾ നടത്തുന്നുണ്ട്. ഇന്ത്യൻ യാത്രക്കാർക്ക് മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് കണക്ടിവിറ്റി വാഗ്ദാനം ചെയ്യുന്ന സർവീസുകൾ ഉൾപ്പെടെയാണിത്. രാജ്യത്ത് വ്യാജ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കണ്ടെത്തി തടയുന്നതിന്റെ ഭാഗമായി വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ വാണിജ്യ നിയന്ത്രണ വിഭാഗം കുവൈറ്റിലെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപക പരിശോധനകൾ ആരംഭിച്ചു. അൽ സിദ്ദീഖ് ഏരിയയിലെ ഒരു ഷോപ്പിംഗ് മാളിൽ നടത്തിയ പരിശോധനയിൽ ഏകദേശം 15,000 വ്യാജ വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത വസ്തുക്കളിൽ അറിയപ്പെടുന്ന ബ്രാൻഡ് നാമങ്ങളിലുള്ള ലേഡീസ് ഹാൻഡ് ബാഗുകളും ഷൂകളും ഉൾപ്പെടും. വ്യാജ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും അവ വിൽപ്പന നടത്തിയ കടകൾ ഉടൻ അടച്ചുപൂട്ടുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. കട ഉടമകൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി. കൂടാതെ ഫർവാനിയയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കൊമേഴ്ഷ്യൽ ആൻഡ് പ്രഷ്യസ് മെറ്റൽസ് കൺട്രോൾ ടീം നടത്തിയ പരിശോധനകളിൽ നിരവധി വ്യാജ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും കണ്ടെത്തി. ഇവിടുത്തെ ഷോപ്പിംഗ് സെന്ററുകളിൽ നടത്തിയ പരിശോധനാ ക്യാമ്പയിനിൽ 100-ലേറെ വ്യാജ ഹാൻഡ് ബാഗുകൾ കണ്ടുകെട്ടി. പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ അധികൃതരും വാണിജ്യ ആഭ്യന്തര മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ത്രികക്ഷി കമ്മിറ്റി പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അവധിക്കാലത്ത് നടത്തിയ പരിശോധനകളിലാണ് വ്യാപകമായ വ്യാജ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. വടക്കൻ ബാത്തനയിൽ മയക്കുമരുന്ന് കടത്തിയ പ്രവാസികൾ പോലീസ് പിടിയിലായി. ഏഷ്യൻ പൗരത്വമുള്ള 2 പേരെയാണ് പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്തത്. ആഷിഷ്, മോർഫിൻ, ക്രിസ്റ്റൽ മെത്ത്, മയക്കുമരുന്ന് ഗുളികകൾ തുടങ്ങിയവ ഇവരിൽ നിന്നും കണ്ടെടുത്തു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചതായും റോയൽ ഒമാൻ പോലീസ് ഓൺലൈൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ എംബസി പരിസരത്ത് നടക്കും. 4 മണിക്കായിരിക്കും അവസാനിക്കുന്നത്. അംബാസിഡർ അമിത് നാരംഗും പങ്കെടുക്കും. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് പരാതികൾ ബോധിപ്പിക്കുന്നതിനും വിവിധ വിഷയങ്ങളിൽ എംബസിയുടെ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും ഈ അവസരം പ്രയോജനപ്പെടുത്താം. അതേസമയം ഓപ്പൺ ഹൗസിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് 98282270 എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ സൗകര്യം ഒരുക്കിയിരുന്നു. ഓപ്പൺ ഹൗസ് സമയത്ത് ഇവരെ എംബസി ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുമെന്നും അധികൃതർ വ്യക്തമാക്കി. ദാഹിറയിലെ ദങ് വിലായത്തിൽ 20 ഹെക്ടറിലധികം സ്ഥലത്ത് ഉള്ളിക്കൃഷി ചെയ്യാൻ ഒമാൻ ഒരുങ്ങുന്നു. ഇത് സംബന്ധിച്ച് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയവും ദങ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനിയും കരാറിൽ ഒപ്പുവെച്ചു.
പദ്ധതിയിലൂടെ ഒമാനിൽ ഉള്ളി ഇറക്കുമതി കുറയ്ക്കാനും മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഗ്രികൾച്ചറൽ ആൻഡ് ഫിഷറീസ് ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നാണ് ഉള്ളി കൃഷിക്ക് ആവശ്യമായ തുക ചെലവഴിക്കുക. കരാർ പ്രകാരം ആധുനിക കൃഷിരീതികൾ ഉപയോഗിച്ച് ഉള്ളി കൃഷി ചെയ്യുന്നതിനുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ പിന്തുണ മന്ത്രാലയം നൽകും. ദാഹിറ ഗവർണറേറ്റിൽ 400 ഹെക്ടറിലധികം വരുന്ന ഉള്ളിക്കൃഷി പദ്ധതി വികസിപ്പിച്ചെടുക്കാൻ ലക്ഷ്യമിട്ട് കമ്പനിയും ഭവന നഗരാസൂത്രണ മന്ത്രാലയം തമ്മിലുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി. ഈ സംരംഭത്തിലൂടെ പ്രതിവർഷം 700 ടൺ ഉള്ളി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് പ്രാദേശിക വിപണിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഇറക്കുമതി കുറയ്ക്കുന്നതിനും സഹായകമാകും. ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഇത് വഴിയൊരുക്കും. ഉള്ളി പോലുള്ള പ്രധാന വിളകളിൽ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്നതിന് ഒമാൻ വിഷൻ 2040 കീഴിലുള്ള മന്ത്രാലയത്തിന്റെ ലക്ഷ്യങ്ങളുമായി പദ്ധതി യോജിപ്പിക്കുന്നുണ്ടെന്ന് ദാഹിറയിലെ അഗ്രികൾച്ചറൽ ആൻഡ് വാട്ടർ റിസോഴ്സസ് ഡയറക്ടർ അറിയിച്ചു. രാജ്യത്തുടനീളമുള്ള കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പാണ് ഈ ശ്രമമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് 2022 ഒമാനിൽ 3600 ഹെക്ടറിലധികം ഉള്ളിക്കൃഷിയായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 15,000 ടൺ വിളവായിരുന്നു ഇതിലൂടെ ലഭിച്ചിരുന്നത്. രാജ്യത്തിന്റെ മൊത്തം ഉപഭോഗത്തിന്റെ 14% മാത്രമായിരുന്നു ഇതിലൂടെ പൂർത്തീകരിച്ചു വന്നിരുന്നത്. കൂടുതൽ ഉൽപ്പാദനം വരുന്നതോടെ ഇതിൽ വർധനവുണ്ടാകും. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ നേതൃത്വത്തിൽ സലാലയിൽ മന്ത്രിസഭ ചേർന്നു. സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സൈനിക സുരക്ഷാ ഏജൻസികളിലെ അംഗങ്ങളുടെ കാര്യക്ഷമതയെ സുൽത്താൻ അഭിനന്ദിച്ചു. ഇത്തരം പ്രതിഭാസങ്ങൾ നിരീക്ഷിക്കാനും കഴിയുന്നത്ര വേഗത്തിൽ അവയെ നേരിടാനും എല്ലാ ഏജൻസികളോടും ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാത്തരം തീവ്രവാദത്തെയും മതഭ്രാന്തിനെയും പക്ഷപാതത്തെയും നിരാകരിക്കുന്ന മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി വിവിധ വശങ്ങളിൽ നിന്നും സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം മന്ത്രിമാരുടെ കൗൺസിൽ ഊന്നിപ്പറഞ്ഞു. കുട്ടികളെ സഹിഷ്ണുതയുള്ള തത്വങ്ങളിൽ വളർത്തുന്നതിലും തെറ്റിദ്ധരിപ്പിക്കുന്ന ആശയങ്ങൾ ഒഴിവാക്കുന്നതിലും കുടുംബത്തിന്റെ പങ്ക് ശക്തിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ പരാതികളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിന് ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ആരംഭിക്കാൻ സുൽത്താൻ മന്ത്രിമാരുടെ കൗൺസിലിനോടും ബന്ധപ്പെട്ട അധികാരികളോടും നിർദ്ദേശിച്ചു. ദേശീയ മുൻഗണനകൾ ഉൾക്കൊള്ളുന്ന ഫയലുകൾ പരിഹരിക്കുന്നതിൽ സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രകടനത്തെ അഭിനന്ദിച്ച സുൽത്താൻ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾക്കിടയിലുള്ള സംതൃപ്തിയുടെ തോത് അളക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചു. AI, അഡ്വാൻസ്ഡ് ഡിജിറ്റൽ ടെക്നോളജീസ് എന്നിവയ്ക്കായുള്ള ദേശീയ പരിപാടിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സ്വീകാര്യതയിലൂടെയും പ്രാദേശികവൽക്കരണത്തിലൂടെയും കൃത്രിമ ബുദ്ധിക്ക് വേണ്ടിയുള്ള ആഗോള ഗവൺമെന്റ് റെഡിനെസ് ഇൻഡെക്സിൽ ഒമാന്റെ റാങ്കിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യമിടുന്നതാണ് ഈ പദ്ധതി.